ഇന്ത്യയിലെ ക്രിസ്മസ് ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തല വീഡിയോ ആണ് ഇതിൻ്റെ പുറകിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു പട്ടണത്തിൽ ഒരു സുവിശേഷ മീറ്റിംഗ് ക്രിസ്മസിനോടുള്ള ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ആക്രോശിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ സ്റ്റേജിലേക്കും ആ ഹാളിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ്. അതിലെ നേതാവ് വളരെ പരിഹാസത്തോടുകൂടെ, പുച്ഛ മനോഭാവത്തോടുകൂടെ, ഭീഷണിയുടെ സ്വരത്തോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതനെ ചേർത്ത് നിർത്തിക്കൊണ്ട് നിർബന്ധപൂർവം കാര്യങ്ങൾ പറയുവാൻ നിർബന്ധിക്കുകയാണ്. വളരെ സ്ട്രെസ്ഡായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ. കാരണം ഇങ്ങനെയുള്ളവരുടെ കരങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ക്രൂരമർദ്ദനമായിരിക്കും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ മരണത്തിൽ കലാശിക്കുന്ന അനുഭവങ്ങൾ വരെയും ഉണ്ടാകാം. അതുകൊണ്ട് വളരെ സംയമനം പാലിച്ചുകൊണ്ട്, ഇത്രയ്ക്കും വളരെ കൂളായിട്ട് അവിടെ ഉണ്ടായിരുന്ന സഹോദരിമാരും സഹോദരന്മാരും ശുശ്രൂഷകന്മാരുമൊക്കെ വളരെ സംയമനം പാലിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തെ നേരിടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അവിടെ വന്നു നിൽക്കുന്ന ആ വ്യക്തി, അദ്ദേഹത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്മസ് ദിവസം മറ്റൊന്നിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന അതിക്രമങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് വേണ്ടി, അതിൽ ഇരകളാകുന്നവർക്ക് വേണ്ടി, അതിൽ പങ്കാളികളാകുന്നവർക്ക് വേണ്ടി, അതിൻ്റെ പുറകിൽ ചരട് വലിക്കുന്നവർക്ക് വേണ്ടി, മുന്നിട്ടിറങ്ങി ഇതുപോലുള്ള ആക്രമണങ്ങൾ നടത്തുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ നാശത്തിന് വേണ്ടിയല്ല, അവരുടെ അധപതനത്തിന് വേണ്ടിയല്ല, മറിച്ച് അവരുടെ കണ്ണു തുറന്ന് എന്താണ് ദൈവത്തിൻ്റെ പദ്ധതിയെന്ന്, ക്രിസ്തുവിലൂടെ ദൈവം ഈ ഭൂമിക്ക് നൽകിയിട്ടുള്ള പദ്ധതി, രക്ഷാ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കി അവരും ദൈവസ്നേഹത്തിലേക്ക് വരുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിപൂർണമായിട്ടുള്ള മാനസാന്തരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇദ്ദേഹം ഇങ്ങനെ ഭീഷണി മുഴക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തെ രോഷപ്രകടനം തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കഴമ്പില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന ഭീഷണി വാക്കുകൾ എന്ന് പറയുന്നത് ശബ്ദമുയർത്തുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരാളെ സംസാരിക്കുവാൻ അനുവദിക്കുന്നുമില്ല. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ യാഥാർത്ഥ്യമൊന്നുമില്ല. ഒന്നാമത്തെ ചോദ്യം അദ്ദേഹം എങ്ങനെയാണ് ചോദിക്കുന്നത്, ബൈബിൾ എന്ന് പറയുന്ന ഈ പുസ്തകം ഇന്ത്യയിൽ ആരാണ് കൊണ്ടുവന്നത്, ഇത് എവിടെയാണ് മാനുഫാക്ചർ ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം. ഇത് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന പുസ്തകമാണ് എന്നാണ് അദ്ദേഹം ആക്രോശിച്ചുകൊണ്ട് പറയുന്നത്. ഉത്തരം വേണേ പറയാം. ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി, ബൈബിളിനെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ് കൊണ്ടുവന്നത്. 1556 ഗോവയിലെ സെൻറ്റ് പോൾസ് കോളേജിൽ ബൈബിൾ അനുബന്ധ പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പോർച്ചുഗീസ് ജെസ്യൂട്ട് മിഷണറിമാർ ആദ്യമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് പ്രിൻറ്റിംഗ് പ്രസ് കൊണ്ടുവന്നതെന്ന് ഈ മാന്യ വ്യക്തി ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇനിയും അടുത്ത അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് വേളയിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്, മദർ മേരി എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആയത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരി പറയുന്നുണ്ട്, പ്രഗ്നൻ്റ് ആയ വിധം പരിശുദ്ധാത്മാവിനാലാണെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, ഹൗ ക്യാൻ ഇറ്റ് ബി എക്സ്പ്ലെയിൻഡ് ടു എ ഗൈനക്കോളജിസ്റ്റ്, ഇത് ഒരു ഡോക്ടറോട് എങ്ങനെ വിശദീകരിക്കും എന്നുള്ളതാണ്. ബൈബിൾ എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ പുസ്തകമാണ്. ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിപ്പ് തുടങ്ങിയ സമയം മുതൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും മനുഷ്യർക്ക് വേണ്ടി കാത്തുവെച്ചിട്ടുള്ള ആ ദിവ്യമായിട്ടുള്ള അനുഭവം വരെയുള്ളത് മുഴുവനും അത്ഭുതങ്ങളാണ്. മനുഷ്യരെന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. അത്ഭുതങ്ങളാൽ നിറഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി നിറഞ്ഞിട്ടുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ് ദൈവം ഈ ഭൂമിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയോടുള്ള ബന്ധത്തിൽ ദൈവം ഈ ഭൂമിക്ക് വേണ്ടി നൽകിയ ദാനമാണ് ദൈവപുത്രൻ്റെ ജനനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ പിറന്നു വീണത് ഒരു കന്യകയിലാണെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ക്രിസ്ത്യാനിത്വം മാത്രമല്ല കന്യക ജനനത്തെക്കുറിച്ച് പറയുന്നത്. ഇസ്ലാം മതവും വിശ്വസിക്കുന്നതാണ് യേശു കർത്താവ് കന്യകയിൽ, മറിയ എന്ന് പറയുന്ന ആ സ്ത്രീയിൽ പിറന്നു വീണു എന്നുള്ളത്, കന്യകയിൽ പിറന്നു വീണു എന്നുള്ളത് ഇസ്ലാം മതവും വിശ്വസിക്കുന്ന കാര്യം തന്നെയാണ്. അതെ, പൂർണ്ണമായും ദൈവിക ഇടപെടലിലൂടെ ഒരു പുരുഷനെ അറിയാത്ത ഒരു കന്യക ഗർഭിണിയായതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രധാന സംഭവങ്ങളിലൊന്ന് എന്ന് പറയുന്നത്. യേശുവിന് ഒരു ബയോളജിക്കൽ പേരൻ്റ് മാത്രമേ ഉള്ളൂ. മനുഷ്യരായി ഈ ഭൂമിയിൽ പിറന്നു വീണ എല്ലാവർക്കും മാതാവുമുണ്ട് പിതാവുമുണ്ട്. എന്നാൽ യേശുവിന് മാതാവ് മാത്രമേ ഉള്ളൂ. ഒരു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ഒരു ബയോളജിക്കൽ പേരൻ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ പിതാവിന് പകരമായി, ഒരു പുരുഷന് പകരമായി നിൽക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്. മറിയയുടെ ഭർത്താവായ യോസഫ് എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ലീഗൽ പേരൻ്റ് ആയിരുന്നു. ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യേശു കർത്താവിനെ വളർത്തിയത്
ആ യോസഫ് എന്ന് പറയുന്ന യൗവനക്കാരനായിരുന്നു, ആ പിതാവായിരുന്നു. എന്നാൽ യേശു കർത്താവിൻ്റെ ബയോളജിക്കൽ പേരൻ്റ് എന്ന് പറയുന്നത് ഒരാൾ മാത്രമാണ്, കന്യകയായ മറിയ എന്ന് പറയുന്ന ആ സ്ത്രീ. ആ വേദഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ച് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകിയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെ വളരെ വ്യക്തമാണ്, ഗബ്രിയേൽ ദൂതനും മറിയയും തമ്മിലുള്ള സംഭാഷണമാണ്. ഗബ്രിയേൽ ദൂതൻ മറിയോട് ഈ സംഭാഷണം നടത്തുന്ന സമയത്ത് മറിയ കന്യകയായിരുന്നു. മറിയയുടെ വിവാഹം നടന്നിട്ടില്ല. എന്നാൽ വിവാഹം നിശ്ചയം നടന്നിരുന്നു. യോസേഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം വിവാഹത്തിനു വേണ്ടി കാത്തിരുന്ന കാലയളവിലായിരുന്നു ഗബ്രിയേൽ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷനായി ഇങ്ങനെയൊരു വാഗ്ദത്തം പറയുന്നത്: നീ ഗർഭിണിയാകുവാനായി പോവുകയാണ്. മറിയ ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും? ഞാനൊരു പുരുഷനെ അറിയുന്നില്ല. വളരെ വ്യക്തമാണ്. കന്യകയായ മറിയയുടെ മുറിയിൽ ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുകയും പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുകയും ചെയ്യുന്ന ആ ഒരു വളരെ വിശുദ്ധമായിട്ടുള്ള അനുഭവം ബൈബിളിലെ യേശു കർത്താവിൻ്റെ മനുഷ്യാവതാരത്തോടുള്ള ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. മറിയയോട് ഗബ്രിയേൽ ദൂതൻ ഈ കാര്യം പറഞ്ഞ അതേ സമയം തന്നെ യോസേഫിനോടും ദൂതൻ പോയി ഈ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ ഗബ്രിയേൽ ദൂതൻ യോസെഫിനെ കൺവിൻസ് ചെയ്യുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസേഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണം എന്ന് പറഞ്ഞു. ഇവിടെയും വളരെ വ്യക്തമാണ്. യോസേഫ് വിവാഹം കഴിക്കുന്നതിന് മുൻപ്, യോസേഫും മറിയയും ഒരുമിച്ച് കൂടി വരുന്നതിന് മുൻപ് മറിയ ഗർഭിണിയാകുന്ന വിധം യോസേഫിനോട് ദൂതൻ പറയുകയാണ്, നീ അവളെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട ആവശ്യമില്ല. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നുവെന്ന് ഗബ്രിയേൽ ദൂതൻ യോസേഫിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന വിധവും വളരെ വ്യക്തമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള വേദഭാഗമാണ്, സംഭവമാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്ന വിധം, ആ മകന് യേശു എന്ന പേര്, മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന, രക്ഷിക്കുന്ന രക്ഷകനായ യേശു എന്ന് പേർ ഇടണമെന്നും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലും ദൈവത്തിൻ്റെ വാഗ്ദത്തം വളരെ വ്യക്തമായി ഒരു അടയാളമായി ഈ ഒരു കാര്യത്തെ തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഇത് പ്രവചനാത്മാവിൽ ദൈവം പറഞ്ഞതാണ്. മത്തായിയിലും ഒക്കെ നമ്മൾ പിന്നീട് വായിച്ച് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ചത്. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന് പേർ വിളിക്കും. വളരെ വ്യക്തമാണ്. യേശു കർത്താവിൻ്റെ ജനനത്തിന് മുൻപ് 700 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാര്യം പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുകയാണ്. അല്ല, ക്രിയേഷൻ്റെ സമയത്ത്, അതായത് സൃഷ്ടിപ്പ് കഴിഞ്ഞ് മനുഷ്യൻ വീഴ്ച സംഭവിച്ച അന്ന് തന്നെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുകയാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. യേശു കർത്താവിന് ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ പേജുകളിൽ തന്നെ വിളിച്ചിട്ടുള്ള പേര് എന്ന് പറയുന്നത് സ്ത്രീയുടെ സന്തതി എന്നുള്ള പേരിലാണ്. അതെ, കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കും എന്നുള്ളത് ബൈബിളിൻ്റെ ആദ്യത്തെ താളുകൾ മുതൽ അവസാനം വരെയും നമ്മൾ കാണുന്ന ഒരു വേദഭാഗം തന്നെയാണ്. ഖുറാനിലും ഇത് തന്നെയാണ്
തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിലും 19-ാമത്തെ അധ്യായത്തിലും വളരെ വ്യക്തമായി ഇത് പറഞ്ഞിട്ടുണ്ട്. ഖുറാനിൽ യേശു കർത്താവിനെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? സുവിശേഷത്തെ ഈ ലോകത്തിന് നൽകിയ മശിഹയായ ദൈവത്തിൻ്റെ വചനമായ യേശു കർത്താവിൻ്റെ ജനന വിധത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മറിയയിലൂടെ യേശു ഈ ഭൂമിയിൽ വരുമെന്നും യേശു മശിഹയാണെന്നും സുവിശേഷത്തെ ഈ ഭൂമിക്ക് നൽകുന്ന ദൈവവചനമാണെന്നും യേശു കർത്താവിനെ കുറിച്ച് ഖുറാനിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഖുറാനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഏക സ്ത്രീ എന്ന് പറയുന്നത്, വനിത എന്ന് പറയുന്നത് മറിയ മാത്രമാണ്. അവിടെയും നമ്മൾ ഗബ്രിയേൽ മാലാഖയുമായി മറിയ നടത്തുന്ന സംഭാഷണത്തെ വളരെ വ്യക്തമായി ഖുറാൻ 3-ാം അധ്യായത്തിലും 19-ാമത്തെ അധ്യായത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നു, അവിടെ എഴുതി വച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ക്രിസ്തുമസ് ദിവസങ്ങളിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നായി ഇത് നിൽക്കുന്നുവെന്ന് ഞാൻ കരുതുകയാണ്. യേശു എങ്ങനെയാണ് ഒരു കന്യകയിൽ ഭൂജാതനായത്? വിശുദ്ധ വേദപുസ്തകത്തിൽ അന്ന് ആ ദിവസം നടന്ന സംഭാഷണം ഉൾപ്പെടെയുള്ളത് വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുകയാണ്, രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്, ചരിത്രപരമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. പിന്നീട് പുതിയ നിയമം മുഴുവനും എഴുതിയിട്ടുള്ളതും രക്ഷാപദ്ധതി അനാവരണം ചെയ്യപ്പെട്ടതും അതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് യേശു കർത്താവ് കന്യകയിൽ ഭൂജാതനായി എന്നുള്ളത്. അതെ, ദൈവത്തിൻ്റെ വചനം ജഡമായി തീർന്ന ആ ദിവസം, ദൈവത്തിൻ്റെ നിത്യപുത്രൻ ജഡാവതാരം നടത്തിയ ആ ദിവസം, യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന് പറയുന്നതിൻ്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ കന്യകാജനനമാണ്. അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ആധാരം യേശു കർത്താവിൻ്റെ കന്യകാജനനം എന്നുള്ളതാണ്. നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ വീണ്ടും ഈ കാര്യം തന്നെ അഫേം ചെയ്തിട്ടുണ്ട്, ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്, യേശു കന്യകയിൽ ഭൂജാതനായി എന്നുള്ളത്. ഒരു ഗൈനക്കോളജിസ്റ്റിന് ഇതിനെ തെളിയിക്കുവാൻ ബുദ്ധിമുട്ട് കാണും. എന്നാൽ പ്രഗത്ഭരായിട്ടുള്ള അനേക ഗൈനക്കോളജിസ്റ്റുകൾ ഈ സംഭവത്തെ മനസ്സിലാക്കി വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തെ കൊണ്ടാടുകയും ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയുമാണ് എന്ന് ഈ സമയം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ ക്രിസ്ത്യാനിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത്, ക്രിസ്ത്യാനിത്വത്തിൻ്റെ വേരുകൾ എവിടെയെന്ന് ഇന്ത്യയിൽ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്ന സമയത്ത് പറയുവാൻ മറ്റൊന്നുമില്ല. ക്രിസ്തീയ മതം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദേശത്തെ മതമല്ല, ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ മതമല്ല. ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിക്ക് നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ച കഥയാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. അതിനകത്ത് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നവർക്കും ക്രിസ്തീയ മൂല്യങ്ങളെയും ക്രിസ്തീയ വചനത്തെയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനങ്ങളെയും ചോദ്യം ചെയ്യുന്നവർക്കും കൂടെ ആ ദൈവസ്നേഹത്തിൻ്റെ ഓഹരിക്കാരാകുന്നതിന് വേണ്ടി ദൈവം അവസരങ്ങളെ നൽകുന്നു എന്നുള്ളതും വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ രക്ഷാപദ്ധതി 2000 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രമായി ഈ ഭൂമിയിൽ പിറന്നു വീണ സമയത്ത്, അത് സംഭവിച്ച സമയത്ത്, അത് പരിപൂർണമായും ദൈവത്തിൻ്റെ ഇനീഷ്യേറ്റീവായിരുന്നു. ദൈവമാണ് ചരിത്രത്തിലേക്ക് തൻ്റെ കാല് എടുത്തു വെച്ചത്. ഒരു മനുഷ്യനല്ല അത് ചെയ്തത്, ഒരു മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരവുമല്ല അത് സംഭവിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ ഇനീഷ്യേറ്റീവാണ്. മറിയ ഒരിക്കലും ആഗ്രഹിച്ചില്ല. താൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയാകണമെന്ന് മറിയയുടെ ചിന്തയിലോ വിചാരങ്ങളിലോ ഇല്ലായിരുന്നു. യോസേഫുമായി ഒരു കുടുംബജീവിതം മാത്രമായിരുന്നു മറിയ ആഗ്രഹിച്ചത്. മറിയ യേശുവിനെ പ്രസവിക്കണമെന്ന് ചിന്തിച്ചതുമല്ല. വളരെ സർപ്രൈസിംഗ് ആയിട്ട്, ഒരിക്കലും ഒരു സൂചന പോലുമില്ലാതെ, തൻ്റെ ബാല്യകാലത്തും യൗവനകാലത്തും ഒരു സൂചനകളും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു സർപ്രൈസിംഗ് അനൗൺസ്മെൻറ്റ് മറിയയുടെ മുറിയിൽ വരികയാണ്. നീ ഒരു മകനെ പ്രസവിക്കും, നിനക്ക് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നീ ചോദിക്കുന്ന സമയത്ത് ദൈവം നൽകിയ മറുപടി എന്ന് പറയുന്നത്, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കും എന്നുള്ളതാണ്. അത് മിറക്കിളാണ്, അത് അത്ഭുതമാണ്. ആദ്യ നിലത്തെ പൊടിയിൽ നിന്ന് ഒരു മനുഷ്യരൂപമെടുത്ത് അതിനുള്ളിൽ ശ്വാസത്തെ നിറച്ച് ആ പൊടിയെ, ആ പ്രതിമയെ മനുഷ്യനാക്കി തീർത്ത ദൈവത്തിൻ്റെ അതേ അത്ഭുതം അന്ന് തുടങ്ങി അതേ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നും നടക്കുന്നുണ്ട്. യേശു കർത്താവിൻ്റെ സുവിശേഷത്തെ വിശ്വസിക്കുന്ന പാപത്തിൽ മരിച്ചവരായവർ ഈ സുവിശേഷം അംഗീകരിക്കുന്ന സമയത്ത് ദൈവത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ നീതി പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ വചനത്താൽ ജീവൻ പ്രാപിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ബൈബിൾ ആദ്യോടന്തം അത്ഭുതങ്ങൾ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം എന്ന് പറയുന്നത് പാപികളായവരുടെ മാനസാന്തരം തന്നെയാണ്. നരകത്തിലേക്ക് പോകുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു പാപിയെ ദൈവം തൻ്റെ സ്നേഹത്താൽ പിടിച്ച്
ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് തൻ്റെ നീതി നൽകി, തൻ്റെ പുത്രൻ്റെ നീതി നൽകി, തൻ്റെ സ്വന്തം മകനാക്കി തീർത്ത് ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിൽ, നിത്യസ്വർഗത്തിൽ ദൈവത്തോടുകൂടെ വാഴുന്നതിനു വേണ്ടി അവസരമൊരുക്കുന്ന ഈ ഒരു വലിയ സദ്വർത്തമാനം, സുവിശേഷം, അതിൻ്റെ ഓഹരിക്കാരാകുന്നതിനു വേണ്ടി നിങ്ങൾക്ക് സാധ്യമായാൽ, എനിക്ക് സാധ്യമായാൽ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ബൈബിൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു പുസ്തകമല്ല, വിശ്വസിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ്. മനുഷ്യൻ്റെയും ഭൂമിയുടെയും പിറവി മുതൽ, ഉൽപ്പത്തി മുതൽ മനുഷ്യൻ്റെ നിത്യത വരെയുള്ള സകല കാര്യങ്ങളും ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും, ഇതുവരെയും ചരിത്രത്തിൽ ഉടലെടുത്ത സാമ്രാജ്യങ്ങളുടെ അടിസ്ഥാനത്തിലും, ചരിത്രത്തിൻ്റെ പിൻബലത്താലും വളരെ കൃത്യമായി എഴുതപ്പെട്ട ഈ പുസ്തകം പോലെ വേറെ ഒരു പുസ്തകവും ഈ ഭൂമിയിലില്ല. ഇത് മനുഷ്യന് ദൈവം നൽകിയ പുസ്തകമാണ്. ഇത് മാനുഫാക്ചർ ചെയ്തത് മനുഷ്യനല്ല, ഇത് മാനുഫാക്ചർ ചെയ്തത് ദൈവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുവിശേഷത്തെ സധൈര്യം ഘോഷിച്ചാലും, സുവിശേഷത്തിൻ്റെ ശത്രുക്കളെ ചേർത്ത് പിടിച്ചാലും, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവം അവരുടെ ഉള്ളിലും കൃപ നൽകിക്കൊണ്ടേ ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാലും നാം മുന്നേറുക. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.